മായയുടെ സബ്ജക്റ്റ് സൈക്കോളജി ആണോ? കോമേഴ്സ്. ഞാൻ മായ ഒരു ഡ്രൈവിന് കൊണ്ടുപോട്ടെ. വാട്ട്? ഈ അവസ്ഥയിലോ? പ്ലീസ് ലെറ്റ് മീ ഫിനിഷ്. ഇവിടെ ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്നാൽ മായയുടെ മൈൻഡ് സെറ്റിനൊരു മാറ്റം ഉണ്ടാവില്ല. പുറത്തിറങ്ങി കുറച്ച് കാറ്റ് കൊള്ളുമ്പോൾ ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാൻ തോന്നും. ഇവിടെ വെച്ചല്ലേ മായ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇറ്റ്സ് ഡിപ്രസിങ്. ഓക്കെ, ഞാൻ ഡ്രസ് ചെയ്ത് വരാം. ഞങ്ങൾ മാത്രം മതി. മായയുടെ ചുറ്റുമുള്ള ആംബിയൻസ് മൊത്തം മാറണം സാർ. അൺഫോർച്ചുനേറ്റ്ലി സാറും അതിൻ്റെ ഒരു ഭാഗമാണ്. മായയ്ക്ക് എന്നെ അറിയില്ല. ഇപ്പം മായയ്ക്കൊരു നല്ല ഫ്രണ്ടിനെയാണ് ആവശ്യം. എനിക്കതാകാം. ഓക്കെ, ഞാനോട് സംസാരിക്കട്ടെ. ആണായിട്ടും പെണ്ണായിട്ടും എനിക്കുള്ളൊരു തീയുള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ യു ബെറ്റർ കിൽ യുവർ സെൽഫ്. വലിയ റിസ്ക്കാ സാർ എടുക്കുന്നത്. ഞാൻ ചിലപ്പോൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാം. ഐ തിങ്ക് ഐ ക്യാൻ മാനേജ്. അഭയുടെ അച്ഛൻ എത്ര കാലമായിട്ട് അറിയാം? എങ്ങനെ മനസ്സിലായി? ന്യായത്തിന്റെ ഭാഗത്തുനിന്ന് ശീലമില്ലല്ലോ. വീട്ടിലിരുന്ന് മടുത്തു. പപ്പയുടെ ടെൻഷൻ കാണാനും വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഡ്രൈവിന് വന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ സാറിനെ വിശ്വസിക്കുന്നു എന്നല്ല. വക്കീലല്ലേ ജാതി. എന്തെങ്കിലും നമ്പർ ഇറക്കി ഒപ്പ് വാങ്ങാനാണ് പ്ലാനെങ്കിൽ വണ്ടി തിരിച്ചോ. പപ്പ ഒപ്പിട്ടാലോ? ഞാൻ സമ്മതിക്കില്ല. അറിയാം. റിയലി? പിന്നെന്തിനാ ഇങ്ങനെ ഒരു ഡ്രൈവ്? വാട്ട്സ് ദ പോയിന്റ്? ദിസ് ഇസ് ദ പോയിന്റ്. നല്ല കാറ്റ്, മരങ്ങൾ, ലോങ് റോഡ്സ്. കുറേ കാലം ഇങ്ങനൊരു ഡ്രൈവ് പ്ലാൻ ചെയ്തിട്ട് ടൈം കിട്ടാറില്ല. ഏയ് ഓക്കെ ഓക്കെ ഓക്കെ, യു ആർ സ്മാർട്ട്, റിയലി സ്മാർട്ട്. പക്ഷേ ഈ ആത്മഹത്യാശ്രമം, നിങ്ങൾ ആണുങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. വി ഡു എ ലോട്ട് ഓഫ് ക്രേസി തിങ്സ് ഇൻ ലവ്. ദാറ്റ്സ് ഇറ്റ്? അതാണോ മായയുടെ എക്സ്പ്ലനേഷൻ? ഓൾ റൈറ്റ്. നട്ടലില്ലാത്ത ഒരുത്തിനെ പ്രേമിച്ചതിൻ്റെ ഫ്രസ്ട്രേഷൻ, അഭയോടുള്ള ദേഷ്യം, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ഈ കേസ് രജിസ്റ്റർ ആയാൽ മായക്കെതിരെയും കേസെടുക്കും. എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു പകപോക്കൽ? ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ഗോ ഹെഡ് വിത്ത് യുവർ ലൈഫ്. കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. തമാശയോ? ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാനത് റിഗ്രറ്റ് ചെയ്യും. നിങ്ങൾ തമ്മിൽ മറ്റൊന്നും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഈ ആത്മഹത്യക്ക് അറ്റംപ്റ്റ് ചെയ്തതിൻ്റെ ഒരു ലോജിക്. ഞങ്ങൾ തമ്മിൽ ഈ
എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ ആത്മഹത്യ ലോജിക്കലാവോ മാഷെ? അങ്ങനെയല്ല, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ ദെൻ. അപ്പോൾ ഊജനിറ്റ് ഈസ് എ ബിഗ് ഡീൽ. ബാക്കിയല്ല സില്ലി അല്ലേ? ഒരാണ് കിട്ടാൻ പോകുന്ന പെണ്ണിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാ കന്യകാത്വം. അപ്പോൾ തിരിച്ച് പെണ്ണുങ്ങളും എന്തെങ്കിലുമൊക്കെ നോക്കില്ല മാഷെ? വിശ്വാസം. എത്ര കാലം കഴിഞ്ഞാലും എന്ത് പ്രശ്നം വന്നാലും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം. ഞാൻ അവനെ വിശ്വസിച്ചു. And he broke my trust. Trust? ആ കോൺസെപ്റ്റ് മാഷിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ദിവസവും എത്ര ക്ലയൻസാണ് അവരുടെ ജീവിതം എൻ്റെ ഈ കൈകളിൽ ഏൽപ്പിക്കുന്നതെന്നറിയോ? ദേ ട്രസ്റ്റ് മീ. ഓഫ് കോഴ്സ്, ഞാൻ മറന്നേ പോയി. ഈ ക്ലയൻസ് എന്ന് പറയുമ്പോൾ കള്ളന്മാർ, ഗുണ്ടകൾ, കൊലയാളികൾ, റേപ്പിസ്റ്റ് ഇവരൊക്കെയല്ലേ? മാഷിന് അവരുടെയൊക്കെ വിശ്വാസം കിട്ടും. സ്ലാബ് പൊട്ടിയതാ, ടയറും സ്റ്റക്കായി. ഏയ് മായ, എങ്ങോട്ടാ? ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? അങ്ങോട്ട് പോയ പോലെ വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. മായ, അയാളെ നേരത്തെ പ്ലീസ്